ഇപ്പോൾ സാഹചര്യം ഇവരെ ഈ പ്രതിഷേധം ഏത് നിലയ്ക്കാണ് എന്താണ് ഉന്നയിക്കുന്നത്? ഇതിപ്പോൾ ഇവിടെയുള്ള ഒരു സംഘർഷാവസ്ഥ നിങ്ങളെല്ലാം കാണുന്നതാണ്. അതായത് എന്താ പറയുക, ഭയങ്കര പ്രശ്നമാണ്. കുടുംബത്തിൻ്റെയും ഒക്കെ തന്നെ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്കൊരു സർവകക്ഷി യോഗം നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യതയാണോ തേടുന്നത്? വനവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ഈ സ്ഥലത്തുണ്ടോ? ഉണ്ട്. DFO അടക്കമുള്ള റേഞ്ചർ ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥലത്ത് സംഭവിച്ചു. പെട്ടെന്നുള്ള നടപടി എന്ന രീതിയിൽ എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം അത് ചെയ്യണം, പിന്നീട് ഈ പ്രശ്നം ആശങ്ക പരിഹരിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരണം. കാരണം ഇത് ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഉണ്ടാവുന്നത്. അത് ഈ കടുവ ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി ഭക്ഷിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇതിനെ വെടിവെച്ച് കൊല്ലാനുള്ള തീരുമാനം വനവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള നടപടികൾ വനവകുപ്പ് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അത് നാട്ടുകാരെ അറിയിക്കുകയോ മറ്റോ ഉണ്ടായോ? ഇല്ല, അറിയിച്ചില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗ് ചേരാനുള്ള ഒരു തയ്യാറെടുപ്പ് യോഗത്തിൽ തീരുമാനമെടുക്കും. ഓക്കെ.